ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സനൈറ്റ്സ് വ്ലോഗ്. നമ്മൾ പെരുന്നാളായിട്ട് പറമ്പിക്കുളം ഒരു ട്രിപ്പ് പോകാൻ കേട്ടോ. രണ്ടാം പെരുന്നാളാണ് പോണത്. പിന്നെ സ്കൂളൊക്കെ തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സമയമായിട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബേക്കിലുള്ളവർ ഹായ് കാണിക്കൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ പറമ്പിക്കുളം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് അവിടേക്ക് പോണത്. നമ്മൾ കുറച്ച് നേരം യാത്ര ചെയ്തിട്ട് ഇപ്പോൾ ഒരു പൊള്ളാച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇച്ചുവിന് ഛർദ്ദിക്കാനും വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ട് വണ്ടിയിൽ ബ്രെഡും ജാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒക്കെ പോയിട്ടാണ്. ബാക്കിൽ വെക്കുക, ഫോൺ ഇങ്ങനെ വെക്കുക. മെല്ലെ വരി, കണ്ണൊക്കെ പോകും കാണുന്ന ആൾക്കാർക്ക്. നിങ്ങളുടെ മാമ മാത്രമേ കാണുള്ളൂ. തിരിക്കി അവളെ ഞങ്ങളെ കാണുക. വണ്ടി അതൊരു കണ്ണാടിയേ അല്ല. നമ്മുടെ പാരീസ് ഉണ്ട്, ഇവിടെ ഒരാൾ ഫോട്ടോഷൂട്ട് ഉണ്ട്, ഇവിടെ ഒരാൾ കണ്ണാടി ഇട്ട് പൂള പോലെ നിൽക്കുന്നുണ്ട്. ഇല്ലാണ്ട രസമുണ്ട്. നല്ല പ്ലേസ്. നമുക്ക് ഇവിടെ നീ റോഡിലൊന്നും എടുത്തൂടെ? നമ്മളെ ചോദിക്കണ്ടേ ശരിക്കൊക്കെ എന്നാ വേണം? പൊറോട്ട വേണമോ, ദോശ വേണമോ, ചപ്പാത്തി വേണമോ? അതിങ്ങനെ കഴിച്ചു எப்படி தெரிஞ்சது உனக்கு? எப்படி தெரிஞ்சது சொல்லுங்க. சொல்லണ്ട, நீ சொல்லണ്ട. சொல்லாருன்னு நீ അവിടെ சொல்ல மாட்டூல. சொல்லൂല പറഞ്ഞപ്പോ சொல்ல മാട്ടൂലാന്ന്. சொல்ல മാട്ടൂല വന്നത് ആസിൽ കാച്ചോട്ട്. എന്റെ പിരിനോക്ക്, എന്റെ പിരിനോക്ക്. ഓ സ്റ്റൈല് എടുത്തോണ്ട മതി. ഒരു വര പിരിയില് നീ സാപ്പിടുന്ന ഞാനും സാപ്പിടുന്ന വെറുതെ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാ കാണിക്കുക? സെൽഫി എടുക്കാം കാണിക്കട്ടെ. അപ്പൊ നല്ല കാണിക്കട്ടെ. എന്താ ഫാരിസ്
നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് എല്ലാവർക്കും എനർജി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ വെച്ച് ഇത്തിരി വൈബാ വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടിയിൽ കളിക്കാനൊന്നും പറ്റില്ല, എന്നാൽ നമ്മൾ കൈകളൊക്കെ വെച്ച് ഫുള്ള് വൈബായിട്ടുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ സീനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം. ഫ്രണ്ട്സ്, നമുക്ക് പാട്ടൊക്കെ ഇടാൻ പറഞ്ഞാൽ നമ്മുടെ ചാനൽ കോപ്പറേറ്റ് വരും കേട്ടോ പാട്ടിട്ടാൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൈലൻ്റ് ആക്കിയിട്ടൊക്കെ കുറേ വീഡിയോസൊക്കെ ഇടുന്നത് വണ്ടിയിലിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ യാത്ര ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ 3 ചെക്ക് പോസ്റ്റ് ഉണ്ട്, 3 അവിടെയും ടിക്കറ്റ് എടുക്കണം. ഇത് ഫസ്റ്റത്തെ ആണ് കേട്ടോ. അതിൽ 3ാമത്തെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പോണത്. ഇപ്പം നമ്മളെല്ലാവരും ഫസ്റ്റ് ചെക്കിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്റെയാണ് ചെറിയ ചുരിദാറാകുമ്പോൾ ഓപ്പൺ ആയിട്ട് ഇതൊന്നും കാണില്ല. ഇത് ഫ്രണ്ട്സ്, ശരിക്കും നമ്മൾക്ക് ഇവിടെ കാണാനുള്ളത് നമ്മളിങ്ങനെ കാട്ടിനുള്ളിൽ കൂടെ യാത്ര ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അനിമൽസിനെ കാണും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ ഒരു പോണതൊരു ഫീൽ തന്നെ അല്ലേ ഫ്രണ്ട്സ്. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ വൈബ് പറമ്പിക്കുളത്തിൻ്റെ. നമ്മൾ ആദ്യത്തെ ചെക്കിങ് കഴിഞ്ഞിട്ട് കയറുമ്പോൾ നമ്മളൊരു നെല്ലിയാമ്പതിക്ക് പോണൊക്കെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു തിരിഞ്ഞ് ഹിൽസൊക്കെ കയറിയിട്ട് പോണ ഒരു റോഡൊക്കെ ആയിരുന്നു. ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നീ വരുന്നത്. സ്ഥലം ഇവിടെയാണ് കാലമരം. അല്ല, ഇവിടെ ഇല്ല. ഇനി ഒന്നും കൂടി ഉണ്ട്. ഇവിടെ വെറുതെ ജസ്റ്റ് റിലാക്സ് ചെയ്യാനും ഫോട്ടോസൊക്കെ എടുക്കാൻ മാത്രം. ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. ഫോട്ടോ ഒക്കെ നമുക്ക് ഇനി നമ്മൾ പോയിട്ട് വേറെ വണ്ടി കയറി പോകില്ല. ക്യാമറയിൽ ഫ്രണ്ട്സ്, ഇതാണ് 2ാമത്തെ ചെക്ക് പോസ്റ്റ്. ഇപ്പം നമ്മൾ കുറച്ചും കൂടി കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്തിയിട്ടോ. ഇപ്പം നമ്മൾ കാണാൻ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോയ കുത്തിനേക്കാളും കുറച്ചും കൂടി ഭംഗിയൊക്കെ ഉണ്ടാവും. വരാന്ന് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടുത്തെ സൗണ്ടൊക്കെ ഒന്നിനെ മനസ്സിലാവേണ്ട ആ കാട്ടിനുള്ളിൽ എത്തിയത്. നമ്മുടെ ഇവിടെയൊക്കെ രാത്രിയൊക്കെ കേൾക്കില്ല, ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അതും അതേപോലത്തെ സൗണ്ടാണ് കേട്ടോ ഇവിടെ കേൾക്കുന്നത്. ഇവിടെ പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഒരു സൗണ്ടൊന്നും ഇല്ലാണ്ട് ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. നേച്ചറൊക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ല രസമാണ്. ഉള്ളിലൊക്കെ പോകട്ടെ. നന്നായിട്ടുണ്ടാവും അല്ലേ സന? ഫോട്ടോ എടുക്കടി. പറമ്പിക്കുളന്നിരിക്കുന്നു. തോളിന് കൈ മറ്റ് പപ്പായ വെള്ളത്തിൽ നല്ല കോൾ താഴെ വീഴുണ്ടോ? മീനുണ്ടോ?
സൂക്ഷിക്കാനെ അതെ വരുന്നു. ആ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയം ഇവിടെ വീഡിയോ എടുത്താ ഇക്ക കുട്ടീനെ നോക്ക്. ഇക്ക ഇച്ച അല്ല ആരാ നീ ആരാ? നീ ആരാടാ നീ വലിയ സ്റ്റൈലൊക്കെ ആയിട്ട്? ആരാടാ നീ? SPC വരുമ്പോ കുറച്ച് ദൂരല്ലേ? അപ്പൊ നീ നടന്നു പോണതായിരിക്കും എന്താ ഇവർക്ക് കഴിക്കാനും കട്ടയെ പറയില്ലേ പക്ഷെ നിറയെ വണ്ടികൾ ഫോണും കണ്ടിട്ടുണ്ട്. എല്ലാരും കണ്ടില്ലേ? എന്റെ മോം ഒന്ന് മൂടിട്ട് പോവോ? ഇപ്പം നമ്മൾ മൂന്നാമത്തെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവർ അവരുടെ വണ്ടിയിലും കൊണ്ടുപോകും, പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വണ്ടിയിലും പോവാം. നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോകുമ്പോൾ ആ ടിക്കറ്റ് എടുക്കാനുള്ളതൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് ഇവിടെ ഫുള്ള് നാച്ചുറായിട്ടുള്ളതല്ലേ, ഭയങ്കര രസമുണ്ട്. ഇവരുടെ വണ്ടിയില് 12:30 ഉള്ളൂ. സമയം 10:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാര്യം മോശമായിട്ടുണ്ട്. ശരിക്കും പറയാം ആ പൂ പറിക്കാൻ പോലട്ടോ. അങ്ങനെ കൂടുതൽ ഇതായിട്ട് നല്ല രസമുണ്ട്. എനിക്ക് ആ വെള്ള കാട്ട് നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അതിനുള്ളിൽ വെള്ളപ്പൂവുണ്ട്. ഈ വെള്ളപ്പൂ മാത്രം എടുക്ക്. പൈസ അധികം ഉണ്ടെങ്കിൽ അങ്ങനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാളെ പോയിട്ട് തരും. നാളെ അയച്ചു തരുമല്ലോ ഗൂഗിൾ പേ ചെയ്തിട്ട്. വണ്ടി എടുത്ത് ഫ്രണ്ടിലിടാൻ പറഞ്ഞു. ഇവിടെ എല്ലാവിടെയും ഫുൾ പൂവാണ്. ഇവിടെ അടക്കം ഇങ്ങനത്തെ നല്ല ചന്തമുള്ള പൂവുണ്ട്. എത്ര ബ്യൂട്ടിഫുള്ളാണ് സ്ഥലം. ഇപ്പം നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കാണ്ട്. ഇങ്ങനെ ഒരു 5-6 വണ്ടിക്ക് ഒരു ഗൈഡ് വേണ്ടി നമ്മളിവിടെ ഒരാളുണ്ടാവും. അവരാണ് നമ്മളെ ഈ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ എവിടേക്ക് പോകണം അങ്ങനത്തെ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ പഴയ കാലത്ത് അങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഗൈഡ് ഇല്ലാതെ അവിടേക്ക് പോവുകയാണെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. അവിടുത്തെ എവിടെ കാര്യങ്ങളൊക്കെ കിട്ടുക അതിനൊന്നും അറിയില്ല നമുക്ക്. അമ്പലം നമ്മ ചിക്കൻ തിന്നണ പോലെ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നല്ല വീടില്ലേ, മരം വീട്.
മരങ്ങളും ആ വെള്ളവും നല്ല അറ്റ്മോസ്ഫിയർ. ആ അതന്നെ പുലി വരും. ഡാമിൽ നിർത്തിയില്ലേ? അത് കാറിന്റെ പൊടി വറക്കണില്ലേ? ഇതാണ് ഡാം. അത് മണ്ണ് പറക്ക്. ഇനി നമുക്കിവിടെ ഗൈഡ്, അതാണ് നമ്മുടെ ഗൈഡ്. വരുമ്പോൾ ടയർ കൊടുത്താൽ പോകും. അപ്പം നമുക്ക് ഒരു 643 കിലോമീറ്റർ നമ്മൾ പറമ്പിക്കുളം കടവത്തുണ്ട്. അതിൽ ജസ്റ്റ് ഒരു 44 കിലോമീറ്റർ സഞ്ചരിക്കുന്നുള്ളൂ. 2 ഡാം 2 വ്യൂ പോയിന്റ്. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ തേക്കുണ്ട്, 465 കൊല്ലം പഴക്കമുള്ള തേക്ക്. അത് പിന്നെ ഓഫ് റോഡ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി അലൗഡില്ല, ചെറിയ വണ്ടികൾ അലൗഡില്ല. പിന്നെ അനിമൽസ് മൂവ്മെൻറ്റ്സ് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം വലിയ കാടാണ്, അതുകൊണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്ന് പൈസ അടച്ചു അനിമൽസ് കണ്ടില്ലെന്നും പരാതി പറയാൻ പാടില്ല. ഈ സ്ഥലം വന്നിട്ട് കേരളത്തിൻ്റെയാണ്. ഈ വെള്ളത്തിൻ്റെ മെയിൻ്റെനൻസ് ഓരോ തമിഴ്നാട് താമരജർ പേരിൽ 1951 തുടങ്ങിയിട്ട് 66, 67 ഫിനിഷ് ചെയ്തത്. കാരണം ഈ വെള്ളം പോണത് തമിഴ്നാട്ടിൽ ഒരു 4-5 സ്ഥലത്ത് കൃഷി അതിൻ്റെ പിന്നെ പവർ ജനറേഷൻ. കാരണം നമ്മൾ ഈ വെള്ളം പുറത്ത് പോകണം, ചാലക്കുടി പോയി അതിരമ്പടി പാൾസ് അങ്ങോട്ട് പോകണതാണ്, വേസ്റ്റാണ്, യാതൊരു ഉപകാരമില്ല. അതുകൊണ്ട് വെള്ളം ഫുള്ള് 90% വെള്ളം തമിഴ്നാടാണ്. ഈ മലയും അപ്പുറമാണ് പറമ്പിക്കുളം. അവിടെ നിന്ന് അപ്പോൾ ഒരു പെറ്റ് കാണുന്നുണ്ട് വെള്ളം, ഒരു 3.5 കിലോമീറ്റർ തുറന്നിട്ട് കൂടെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇവിടുന്ന് 56 കിലോമീറ്റർ, ഏകദേശം പറമ്പിക്കുളം ടു കരൂർ കാങ്കയം വരെ 56 കിലോമീറ്റർ വിട്ട് അണ്ടർഗ്രൗണ്ടിലാണ് വെള്ളം പോണത്. ആളിയ, തിരുമുട്ടുമല, കറൂർ, ഈ ഭാഗങ്ങളാണ് ഫുള്ളും വെള്ളം പോണത്. ഈ ഭാഗം വേസ്റ്റ്. ഈ അപ്പുറത്തൊരു ഡാമുണ്ട്, ഈ ഡാമിൻ്റെ വെള്ളം ആ ഡാമിൻ്റെ വെള്ളം രണ്ടും ചേർന്നിട്ടാണ് വെള്ളച്ചാട്ടം പോകുന്നത്, അതിരപ്പള്ളി പോകുന്നത്. പാലക്കാട് ഒരു 10% പോകുന്നുണ്ട്. ആനം പൊള്ളാച്ചി പോകുമ്പോൾ നിങ്ങൾ മീനേശ്വരം വഴി താഴേക്ക് വെള്ളം പോകുന്നുണ്ട്, അത് പോകുന്നത് പാലക്കാട്. 10% എന്ന് പറഞ്ഞാൽ ഫുള്ളും പോകില്ല. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തമിഴ്നാട് എത്തുമ്പോഴേക്ക് അവർ കൃഷിക്കെടുക്കും. കുറച്ച് വെള്ളമാണ് പാലക്കാട് പോകുന്നത്. നിങ്ങൾ ബാമ്പർ റോഫ്റ്റിംഗ് പോകണം, മുളച്ചങ്ങടത്തില്ല അവിടെ അപ്പുറത്ത് ഇവരൊക്കെ പോകുന്നുണ്ട്. ഇല്ല, 4 പേർക്ക് 500 രൂപ വരും. ഇവിടെ ഫ്രീ ആയിട്ട് യാതൊരു ഇതില്ല. കാരണം ഈ സിസ്റ്റം വന്നിട്ട് ഇവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ഇവിടുത്തെ ട്രൈബാണ്. ഇവിടുത്തെ 140 പേർക്കാണ് ഈ മെയിൻ പോർഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വേറെ ജീവിത മാർഗ്ഗങ്ങളില്ല. പിന്നെ ഈ തേനെടുക്കും, മീൻപിടുത്തം, ഇത് മാത്രമേ ഉള്ളൂ. അതും പെർമിഷനോടെ പോകാൻ പറ്റുള്ളൂ, തോന്നിയ സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. ഈ ഡാമിന് മീൻപിടുത്തം, തേനെടുത്ത് ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വന്നിട്ട് 4 പേർക്ക് 500 രൂപ വരും. ഇപ്പം നിങ്ങളൊരു 1 കോടിയോ 2 കോടിയോ കൊടുത്തിട്ട് പണി വേണമെന്ന് പറഞ്ഞാൽ ജന്മത്തിൽ തരില്ല. ഇനി ഇപ്പം മുഖ്യമന്ത്രിയല്ല നരേന്ദ്രമോദി പറഞ്ഞാലും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പണി കൊടുക്കില്ല, ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ പേര് മണികണ്ഠൻ. നോക്കിക്കോളും, ഞാൻ എവിടെ പോയാലും മിസ്സാകാൻ പാടില്ല. നിങ്ങൾ പിന്നെ തനിച്ച് വരാനും പറ്റില്ല. നമുക്ക് ഈ ഡാം കാണാം, അടുത്ത് നേരെ പോകാം. നേരെ പോയിട്ട് നമ്മുടെ വണ്ടി തന്നെ പോകാം. പറമ്പിക്കുളം ഫുഡൊക്കെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അവിടെ കഴിക്കാം. സമയം ഉണ്ടാകും, 11 മണി ആയിട്ടുള്ളൂ. ഇവരൊക്കെ ബോട്ടിങ് പോയിട്ട് വരുമ്പോഴേക്കും സമയം പിടിക്കും. അപ്പോൾ എന്നാൽ കഴിച്ചിട്ട് പതുക്കെ വരാം. 4 പേർക്ക് 500 രൂപ വരും. അല്ല, പോകുമ്പോൾ പൈസ എടുത്ത് വെച്ചോളൂ, കാരണം അവിടെ സമയം വൈകണ്ട. വേറെ ഗ്രൂപ്പ് വന്നാൽ നമുക്ക് കിട്ടില്ല, അതുകൊണ്ടാണ്. ശരിയാ, നിങ്ങൾ 6 പേര് 7 പേരില്ല എല്ലാ വണ്ടി കയറിയിട്ട് പിരിവെടുക്കാം. കാരണം അവിടെ ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് സമയം കിട്ടില്ല. മറ്റേ ടീമുകൾ ഇപ്പോൾ ഇന്ന് വണ്ടിയില്ല, നമുക്ക് ഓൺ വെഹിക്കിൾ മാത്രമേ ഉണ്ടാവും. നമ്മൾ ബോട്ടിങ്ങിന് പോകണം. മരത്തിന്റെ സാധനം ഇരിക്കുന്നത്, പക്ഷെ വെയിൽ കൊള്ളണം, കുഴപ്പമില്ല, നല്ല രസമാണ് വെള്ളത്തിൽ ബോട്ടിങ് ഇങ്ങനെ ചത്ത എങ്ങനെ ഉണ്ടാവും? ഇങ്ങനത്തെ ഒരു മണ്ണ് അത് നമ്മൾ അവിടെയാണ് നിന്ന് മുകളില് വെള്ളതാ കുറച്ച് ബുക്കിറ്റ് പോലെ വരില്ലേ, കണ്ണീര് പോലെ.
മഴക്കാലം ആയിട്ടില്ലല്ലോ, അപ്പോൾ മഴ കാണാൻ എന്താ രസം അല്ലേ. അതുകൊണ്ട് ഇവര് പൊന്നെ അവര് പുറത്തിറക്കല്ലോ, സൂ അല്ലല്ലോ ഇത്. നല്ല സിമ്പിൾ അറ്റ്മോസ്ഫിയർ. കാടാണ്, ഫുള്ള് കാടാണ്. കുഞ്ഞാണ് മൃഗങ്ങളെ കാണുക കേട്ടാ. ടണലുണ്ട്, 4 കിലോമീറ്റർ ടണൽ ഇതിനുള്ളിൽ. മയിൽ മരത്തിൽ ഇങ്ങനെ ഇരിക്കണ്. ബസ്സിലൊന്നേരം നമ്മൾ നിയാസ് എങ്ങനെ എടുക്കണ്ട് കാണേ ഇല്ല. നിറച്ചു പോലെ അതൊക്കെ നമ്മൾ നോക്കണ്. മതി മതി മതി. നല്ല രസം. ചോദിക്കുന്ന പേടിയാണല്ലോ. അങ്ങനെയാ തിരിച്ച് നമ്മൾ മേലെ കയറണം. നല്ല രസമുണ്ടല്ലേ കാണാൻ. ചുമ്മാ നോക്കട്ടെ, ആ തോണിയിൽ എനിക്ക് ഇരിക്കണ്ടേ. നോക്കടിച്ചു, അത് നമുക്കത് അതിൽ പോണ്ടേ. ആ കുളിക്കണ്ടേ, വെള്ളത്തിൽ ഇറങ്ങണ്ടേ. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. അതാണ്ടാ അത് നോക്ക്, രസം ദൂരണ്ട് നോക്ക്, ആൾക്കാർ കേറുന്നു കണ്ടാ. അതിലാണ് അതിൽ നമുക്ക് പോയി കയറാട്ടെ. നമുക്ക് ഇതിൽ കയറാം ഗൈസ്. അത്രയും ഒരെണ്ണമായിട്ട് കിട്ടുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാത്തിനും മിക്സ് ചെയ്തിടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു മുളച്ചങ്ങാളം മറ്റും ഇങ്ങനെ ഒരു മുളയും വെച്ചുണ്ടാക്കിയ ബോട്ട് പോലെ സാധനത്തിൽ ഇങ്ങനെ വള്ളത്തിൽ പോകുമ്പോൾ കേട്ടോ, അതിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അത് നമ്മൾ ഫസ്റ്റിന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് കയറാൻ പോകട്ടെ. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫ്രണ്ട്സ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിങ്ങനെ വള്ളത്തിലല്ലേ ഈ സാധനത്തിലൊക്കെ ഇരിക്കാൻ പോകുന്നത്. എന്തായാലും ഭയങ്കര രസം ഉണ്ടാവുമെന്ന് വിചാരിക്കും. നമുക്ക് നോക്കാം, ഞാൻ അതിൻ്റെ ഇതൊക്കെ പറയാം കേട്ടോ. ഇവിടെ ഇരിക്കാം. ഈ കാലിൻ്റെ കൂടെ എനിക്ക് ഇരിക്കണ്ട. വെള്ളം, വാട്ടർ, ഇവിടെ വന്നു. നോക്ക് അമ്മ നോക്ക്. வேற ட்ரெஸ் இருக்குல்ல
പോരെ നിറയെ നേരം എടുക്കാം. ഷർട്ട് അടിച്ചിട്ട് പല്ലൊക്കെ പോയി, രണ്ടും കൂടെ അടി കൂടിട്ട് എന്താ പിന്നെ അടി കൂടെ നമ്മള്. പല്ല് പോയി, പല്ല് പോയി. ഇച്ചുമോൻ ഇവിടെ വന്നിട്ട് പല്ല് പറിക്കുന്നു. ടൂർ വന്ന ഈ സ്ഥലത്ത് ചോര വരുന്നു. ഈ അട്ട് നോക്കട്ടെ. പപ്പൂക്ക വെള്ളം കുടിച്ചിട്ട് പല്ല് പറിക്കണില്ല. ഈ വെള്ളം അവിടെ വെക്കുന്ന വെള്ളം വെക്ക്. കാണില്ല. കറുപ്പ് അതാ തിരിഞ്ഞ നോക്കണം. ഞങ്ങളുടെ ഒന്നുമില്ല, തരാ ബ്രെഡ് അവിടെ ഇട്ടൊടുക്ക വന്നിട്ടുണ്ടാവും. ഇത് അടുത്ത ഡാം അല്ല, ഇത് വേറെ ഡാമാണ്. ഫസ്റ്റ് വന്നത് ഒരു ഡാം, ഇത് വേറെ ഡാം. രണ്ട് ഡാം ഉണ്ട് പറഞ്ഞില്ല ഇവിടെ. അത് ഒന്ന്, ഇത് രണ്ട്. അധികം വെള്ളമൊന്നുമില്ല അല്ലേ? നമ്മുടെ ഒപ്പം 5 വണ്ടി വന്നില്ല. 5 വണ്ടി എത്തി അവിടെ. 2 വണ്ടി അവിടെയാണല്ലേ? ഇതില് കൊറേ നേരം തുടങ്ങിയിട്ട് രണ്ടും കൂടി ഇരുന്ന് ചണ്ടൂടെ. നല്ല കിട്ടുന്നുണ്ട് എന്തായാലും നിയാസിന്. പിന്നെ ഇനി നമ്മൾ സ്നാക്സ് കഴിക്കാം. നല്ല ഫുഡ് കിട്ടി ഈ ഹോട്ടലിൽ നിന്ന്. എന്താ വേണ്ടേ സ്വത്തെ? എന്ത് വേണം? ചുണ്ടാപ്പി എന്ത് വേണം? വാ വാ അങ്ങോട്ട് വാ. ഇവിടെ
മുട്ടായി വാങ്ങിച്ചു. അതാ നിക്കണത്. വാല് കാണുന്നു, പക്ഷെ വീഡിയോയില് കാണുന്നില്ല കറക്റ്റ് ആയിട്ട്. അതാ അതാ കുട്ടിയാണ് ഞാൻ. ആ കാട്ടുപോത്തുകളാണ്. ആ നോക്ക്, നല്ല നോക്ക്, കാട്ടുപോത്താണ് കുട്ടികള്. ചെമ്പ കളറില്ല അതിന്റെ മുടി. വെട്ടിയ ഊരെ കഴിക്കാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാട്ടത്തില്ലേ നോക്കണോ, നോക്ക് എത്ര നോക്ക്. കണ്ണു നോക്കിച്ചു കാട്ടുപോത്തുകള് പറയണ്ടില്ലേ. നോക്ക് കുട്ടി നോക്ക്. അല്ല ഗൈസ് കണ്ടോ മാനുണ്ടാ ഗൈസ് മാനുണ്ട ഗൈസ്. ഗ്യാസ് ഹായ് നോക്കണ നോക്കത്. നോക്ക് കൂടണ്. നോക്കണ നോക്ക്, ബാബാ അവളപ്പോ നോക്കണ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതൊക്കെ ഞാൻ അവിടെ കാണാനുള്ളത്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ചില്ലാവുന്നുണ്ട്, അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഒരാളവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കാനുണ്ടോ? വീട് പറഞ്ഞാണ്. ഓ ഓ വെയില്. നല്ല കാറ്റുണ്ട്. നോക്കടി ഒരു കായ്. ആ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു ആനയല്ല, ഇത് കുറച്ച് ഹാളുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകണ്ട. ആനന്റെ ഇതാടാ, അത് ശരിക്കും ആനയല്ല. അറിയില്ല, ഇവിടെ എല്ലാം പൈസയാണ്. ഒരു പറഞ്ഞില്ലേ ഇതിന്റെ ഉള്ളില് വെറും ഇങ്ങനെ ഈ കാണുന്ന ഹാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നില്ലേ, ചെയറ് ടേബിള്. അതൊന്നും വേണ്ട, നമുക്കതിനാണ് വാക്ക് കണ്ടായി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് 7 മണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ ദൃശ്യം 3 ടിക്കറ്റ് ബുക്ക് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. എല്ലാവർക്കും വന്നിട്ട് ക്ഷീണമായിരുന്നു, എന്നാലും നമ്മൾ ദൃശ്യം 3 കാണാൻ വേണ്ടി പോയിട്ടോ. ഇപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇത്തിരി ഫ്രഷ് ആയിട്ട് നമ്മൾ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 11:30ക്കുള്ള ടിക്കറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തത്. നമ്മളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യം പിന്നെ കാണാം. കറുപ്പ് സിനിമ കാണാൻ പോകുന്നത് ഇതിൽ തിരിഞ്ഞു നിൽക്കുന്നുള്ളത്. അവിടെ നിന്നിട്ട് മുമ്പിൽ പോകുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ശരിക്കും ദൃശ്യം 3-നാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും, ഞാനൊക്കെ എല്ലാവരും കൂടിയിട്ട് അമ്മായിനെ പ്രാങ്ക് ചെയ്തു. നമ്മൾ സൂര്യൻ്റെ കറുപ്പ് പറഞ്ഞ സിനിമയാണ് കാണാൻ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അമ്മയാണെങ്കിൽ ശരിക്കും അത് വിശ്വസിച്ചു. കാരണം നമ്മളൊക്കെ അത്രയും അഭിനയിച്ചു ആ കറുപ്പ് സിനിമയെ കാണാൻ വന്നിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ലാസ്റ്റ് ഇവിടെ വന്നിട്ടാണ് അമ്മായി അതൊക്കെ അറിഞ്ഞത്. അതിൻ്റെയൊക്കെ ഒരു സീനുണ്ട്, ഞാൻ കാണിച്ചു തരാം. കാണുമ്പോൾ മനസ്സിലാവും അമ്മായി എത്ര സന്തോഷമായിരുന്നു എന്നൊക്കെ. അത് കണ്ടപ്പോൾ നമ്മൾ പ്രാങ്ക് റിവീൽ ചെയ്തപ്പോൾ. കാരണം അമ്മായിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു
ദൃശ്യം 3 കാണണം പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തത്. പക്ഷെ അപ്പോൾ എന്നിട്ട് കറുപ്പ് നമ്മൾ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അവിടെ പോയിട്ട് എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ എല്ലാവരും. അമ്മായിക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ട്. കാരണം നല്ല റിവ്യൂ തന്ന മൂവി തന്നെയായിരുന്നല്ലോ ദൃശ്യം 3. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയോണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. രസമുണ്ട് ഇവിടെ രാത്രി. പാട്ടൊക്കെ നിർത്തിയവര് ഇത്ര നേരം പാട്ടുണ്ടായിരുന്നു. മെല്ലെ പോന്നാണ്, തിരക്കൊന്നുമില്ല. തുടങ്ങാൻ എനിക്ക് കുറെ സമയമുണ്ട്. നടക്കണോ അത്ര കണ്ടാ മതി അവന്റെ മോന്ത. ഇതെന്നാ അത്ര കറണ്ട് പോയി. ഞാനുണ്ട് അതിനെ ഒറ്റക്കിട്ട് പോയത്. ഞാൻ പാവമാണ്, എന്നെ ഒറ്റക്കിട്ട് വരുന്നത്. അതാ അവരൊക്കെ ഇറങ്ങി വരുന്നത്. അതാ പേയിനെ പോലെ ഇറങ്ങി വരുന്നത്. ഇതിങ്ങനെ കറണ്ട് പോയി, സിനിമയും പോയി. മൂഞ്ചിയാ കറണ്ട് പോയി സിനിമയും പോവോ? നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? അപ്പൊ നമ്മുടെ നോക്കൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം സിനിമ തിയേറ്ററൊക്കെ. പൈസ ഉണ്ടോ? വാങ്ങിക്കുന്നു. മെല്ലെ തിരക്കുന്നുണ്ട്. എന്താണിത്? ആ ഇതിനുള്ളിൽ ഒരു ഒലിവ് ഇതിനുള്ളിൽ. ഇവിടെ ഇല്ല. അവിടെ അല്ലേ കുറച്ച് ചക്കന്മാർ കേക്ക് മുറിക്കുക ബർത്ത്ഡേക്ക്, മനസ്സിലായോ? പോയി നോക്കിക്കോ. പൊലി വേണ്ട എന്റെ മന മൊത്ത് പൊലി വേണ്ട. Wow. ഓ എന്താ സീന്, നല്ല സ്ഥലമാണോ? ലൈറ്റ് ഓഫ് ആക്കി. നമ്മളെ സീറ്റ് ഏറ്റവും മേലെയാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.